നമ്മളിപ്പോൾ ക്രാഫ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. എൻ്റെ പഴയ ഫോണിലാണ് വേറെ വീഡിയോ വയ്ക്കാൻ. നമ്മളൊന്നൊരു ടേബിൾ ഡെക്കർ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇതിനൊക്കെ സംഭവം എടുത്തിട്ട് ദീപകം മൊത്തം കെട്ടിയിട്ട് ബാക്കി മൊത്തം ടേപ്പ് ഇടുകയാണ്. ടേപ്പ് ഇടുകയാണെങ്കിൽ ഇവിടെയും കൂടി ടേപ്പ് പിടിച്ച സംഭവം തോന്നുന്നു. ടേപ്പ് ആശേനെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ടേപ്പൊക്കെ എടുത്തു കൊണ്ട് ആവാതെ നമ്മളതിന് പണ്ട് എല്ലാം കൃത്യമാണ്. ഇത്ര വർഷമൊന്നുമില്ല. നമ്മൾ പണ്ട് ഫുൾ ചെയ്യണം. ഒക്കെ അറിയില്ല. നമ്മൾ ക്രാഫ്റ്റ് ഫുൾ ചെയ്യണം. ചാക്രിക്കൾച്ചർ ഇത് സ്റ്റഡി റൂമാണെങ്കിലും ഇതങ്ങനെ ക്രാഫ്റ്റ് റൂമാണ്. ഇത്രയേ ഉള്ള കേസ്. ക്രാഫ്റ്റ് റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ മൊത്തം ആർട്ട് റൂമാക്കാം, ക്രാഫ്റ്റ് റൂമാക്കാം, ഒരു പ്ലെയർ റൂമാണ്. എന്ത് വഴികളുടെ കളി കൊണ്ടിട്ടുണ്ട്. ഇത് മാത്രം പെയിൻ്റ് അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കിടക്കുന്നത്. ഇപ്പം മൊത്തം പെയിൻ്റാണ്, നിറച്ചിക്കാണ്. നമ്മൾ ഇതാ ഇപ്പം പരിപാടി തീരാനായിട്ടുണ്ട്. കുറച്ചും കൂടെ ഉള്ള പരിപാടി ഡേറ്റ് കൊണ്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേപ്പറാക്കണം. അത് നമുക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ്. ഇങ്ങനെ ടേപ്പാക്കുമ്പോൾ അപ്പോൾ നമുക്കൊരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെ അങ്ങനെ നിൽക്കാതെ കൊണ്ട് ആപ്പിൾ ആവശ്യം ഉണ്ടെങ്കിൽ ഇത് നടക്കും. ഓരോരുത്തരടിച്ചപ്പോൾ അത് അടിയുന്നില്ല, അതിനടിയാൻ വയ്യ പറഞ്ഞു. നമ്മൾ നിൽക്കുമോ വെച്ചിടത്ത് പിന്നെ പറഞ്ഞുകൊണ്ട് വെച്ചു. അതും നേരെ ആവുന്നില്ല. ഇത് ഇവിടുന്ന് തലതിരിച്ചു അങ്ങനെ ഒരഗീരി വളങ്ങടാ. ഇത് സൂപ്പറായിട്ടാണ് കേട്ടോ. ഇത് തുടങ്ങി സീൻ തന്നെ കൂട്ടാനൊക്കെ സീൻ തന്നെ അറിയാവുന്ന സീൻ തന്നെ. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഡാർക്ക് ഫാൻസിന് പെട്ടെന്ന് വേണമെന്നില്ല കേട്ടോ. അതുപോലെ കാർഡ്ബോർഡ് പീസ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും മതി. ഇനി നമുക്കിതിൽ പേപ്പർ വെക്കണം, അത്രേ ഉള്ളൂ. സിദ്ധരാശനെ വിളിച്ചിട്ട് ആ സാധനമൊക്കെ പെട്ടെന്ന് സാധനമൊക്കെ ഉള്ളിൽ കച്ചറയാണെങ്കിൽ ഉള്ളിൽ നമ്മൾ സുന്ദരനാക്കും. പുറത്ത് നിന്നുള്ളത് വീഡിയോ നമ്മുടെ ചെറിയ വീഡിയോ അല്ല കേട്ടോ, ഇതാണ്. സാധനം എടുക്കണം. നമ്മളിപ്പോൾ പേപ്പർ എടുക്കാൻ പോവാണ്. ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നത്. ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, ഒരു പേപ്പർ എടുക്കുന്നത്. ഞാനിവിടെ നമുക്ക് ആദ്യം മുട്ടിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് പരിപാടിയാണ്. ഷെൽഫ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. 1 ഡോർ ഷെൽഫാണ്, 2 ഡോർ വേണ്ട. ടേപ്പ് പരിപാടി തീർന്നു. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പോലെ പറഞ്ഞ ഇതിനെ മടക്കിയിട്ട് ഒരു സ്ക്വയർ പോലെ ആക്കാൻ പോവാണ്. 2 സ്ക്വയറാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന് നമ്മുടെ ആക്രിക്കൾച്ചറൊക്കെ മാറ്റി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആക്രിക്കൾച്ചർ ഉള്ളത് ഞാൻ നിൽക്കുന്ന സെൽഫിനാണ്. ഇവിടെ ആക്രിക്കൾച്ചർ മൊത്തം ഇതാ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. കാണിക്കും, പിന്നെ കാണിക്കാം. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ മടക്കി അപ്പം ഇങ്ങനെ ആക്കി കേട്ടോ. ഇങ്ങനെ നമ്മളവിടെ ആരും കാണാണ്ടൊന്നും ഇരിക്കരുത്. നമ്മൾ സീനാണ് ആക്രി കളക്ഷൻ പറഞ്ഞാൽ ഇനി വേണ്ടി ഒരു ആക്രി കാണിച്ചു കൊടുക്കണം പറഞ്ഞ് നിർബന്ധമായിരുന്നു. ഒരു ഹൗസ് പോലത്തെ സംഭവം അതെടുത്തുക.
ഞാൻ ഫുള്ളാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെയൊക്കെ പച്ചയൊക്കെ ഒന്ന് ഇവിടെ കൊടുക്കാറുണ്ട്. ഇവിടെ ഒരു ഇതെന്തൊരു ബക്കറ്റാ ബക്കറ്റല്ല, ഇത് വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം വരച്ച് വെച്ചിരിക്കുന്നത്. കാണിച്ചു തരാം. ഇതേ ഈ വെള്ളച്ചാട്ടം ഒരു വീഡിയോയിൽ കണ്ടിട്ട് അവൾ അതേപോലെ കോപ്പി അടിച്ച് വെച്ചാണ് ഗൈസ്. തെങ്കിലും 4 ഇലകളും ഇത്ര പുല്ലേ ഉള്ളൂ. അതല്ല, അത് ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല ഗൈസ്. എനിക്ക് ഇവിടെ ഒക്കെ ഫിനിഷ് ചെയ്യണം. പക്ഷെ അവൾക്ക് പച്ച ചെയ്താൽ കബളിക്ക് ക്ലേ ഒക്കെ തീർന്നു പോകും. ഞാൻ പകുതി പേജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ ഇപ്പൊ അതെ, ഈ സാധനം എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ വെക്കാൻ വേണ്ടി ഒന്ന് ചെയ്യാനൊക്കെയോ എന്താണ് ഇവിടെ സ്റ്റൈലാഷൻ എടുത്തു. നല്ല പനിയാണ്, ചുമയും കൊണ്ട് പനിയുണ്ട്. എൻ്റെ വീഡിയോ എടുക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മൻ്റെ ഫോണ് പുതിയതാക്കി മാറ്റി. എന്താ പറഞ്ഞാൽ നമുക്ക് ആ ഫോൺ പറ്റാണ്ടായി. അതുകൊണ്ട് നമ്മൾ പുതിയ ഫോൺ വാങ്ങിച്ചു. പുതിയ ഫോൺ വാങ്ങിച്ചപ്പോൾ എൻ്റെ പഴയ ഫോണില്ലേ മോട്ടറോ S20 ആണ് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ലാണ്ടായി. അത്രേ ഉള്ളൂ. ചാർജ് ചെയ്തിട്ടും അതിൻ്റെ ബട്ടൺ വർക്കാവില്ല. അതാണ് നമ്മൾ ഓപ്പോയിൽ എടുക്കുന്നത്. ഓപ്പോയിലായതുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പാടോടെ ഒരു കഷ്ടപ്പാട് പറഞ്ഞാൽ കഷ്ടപ്പാടൊന്നുള്ള സംഭവം തലപുകച്ച് ചെയ്യേണ്ട സാധനമാണെങ്കിൽ നമ്മൾ ചെയ്യില്ല കേട്ടോ. അത് എന്നെക്കൊണ്ട് നടക്കുന്ന വലിയ പണിയും പറയണം. അതിനൊന്നും ഒരു തില്ല ഒരു ബുക്ക് പോലെ ആയിരുന്നു. അവിടെ തയ്യുള്ളൊരു ബുക്ക് ഉണ്ടാക്കുക. എന്തോ ഇത് ആ സംഭവമാണ് ഇപ്പം എനിക്ക് എൻ്റെ മൈൻഡിൽ വരുന്നത്. ഒന്ന് ബുക്കാക്കി എടുക്കാം. ബുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് ഷെൽഫ് എന്ന് പറഞ്ഞാൽ ഈ സെൽഫിൻ്റെ ഈ സാധനം വെച്ചില്ലേ, അതേപോലെ ഈ ബുക്ക് ഷെൽഫ് ബുക്കാക്കാൻ പറ്റും. ബുക്കാക്കാം കേട്ടോ. നമ്മൾ അടിയിൽ ഒട്ടിയപ്പോയിട്ട് കേട്ടോ ക്ഷത്രമുള്ളൂ എന്തൊക്കെ ചെയ്യണ്ടോ. പിന്നെ നമുക്ക് ആ സാരി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ടൈമില്ല. എന്തുകൊണ്ട് ഒന്ന് ചിലപ്പോൾ സാധനം കുറയും. എന്താണ് കണ്ടോ പേജ് ഉണ്ടോ എടുക്കാൻ പറ്റില്ല. പോയല്ലേ അത്യാവശ്യം പരിപാടിയൊന്നുമില്ല. അതന്നെ ബുക്ക് ഷെൽഫ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ബുക്ക് ഷെൽഫ് ആയിരുന്നു. പിന്നെ എന്തെങ്കിലും ബുക്ക് ഷെൽഫ്. പിന്നെ നിങ്ങളാരും കമൻറ്റിലൊന്നും ഇടാൻ നിൽക്കരുത് കേട്ടോ. എന്താണ് നമുക്ക് കമൻറ്റ് വായിക്കാൻ എനിക്കറിയാം, പക്ഷേ എനിക്ക് അത്ര രസമില്ല കമൻറ്റ്. ഒരു കോമഡി ആയിരുന്നു. ഫൺ വേണം നമുക്ക്. ആ ഫണ്ണുണ്ടെങ്കിൽ നമ്മളെല്ലാത്തിനും നോക്കിയാണ് പവറാണ് നമ്മൾ. പിന്നെ അവളവിടെ പോയി ചോദിക്കുന്നില്ലേ, അവൾ ഫുഡ് കഴിക്കാൻ പോയല്ലോ. ചിലരിപ്പോൾ ഫുഡ് കഴിച്ച് ഫോൺ കാണുന്നവരും ഉണ്ട്. ഞാൻ പറയുന്നില്ല. ഒന്നിച്ചിട്ട് കൊണ്ടൊരു ചേച്ചിയുണ്ട് എനിക്ക്. ആ ചേച്ചി വീഡിയോയിൽ നമ്മുടെ ആ ഫോണിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചേച്ചിനെ. ഇങ്ങനെയാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റുന്ന അറിയാം. പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് അറിയണം. പേര് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. പിന്നെ ആരെങ്കിലും പേര് അല്ലു എന്നാണോ
എൻ്റെ പേര് അല്ലു അർജുൻ. അല്ലു എന്നാണ് ഈ അല്ലു എന്നാണ് എൻ്റെ പേര് കൺഫ്യൂഷൻ ആണ്. അല്ലു എന്നാണ് എൻ്റെ പേര്. നിങ്ങളുടെ പേര് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. കമൻറ്റ് ഇടാണ് കണക്കിലല്ലോ ഇത് ബുക്കാക്കിയത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഡബിൾ ഡോർ ആക്കാൻ പോവാണ്. കേട്ടോ എന്തായി വെളി നോക്കാം സ്ഥലം നോക്കാം. ഡബിൾ ഡോർ ആക്കി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കേട്ടാൽ മതി. നമ്മൾ പുതിയ നല്ല ഗെയിം ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ വീഡിയോ എടുക്കുന്നില്ല. അത് നമുക്ക് ഓർത്ത് വേസ്റ്റ് കളയാണല്ലോ. വേസ്റ്റ് കളയുമ്പോൾ 2 പേർക്കുണ്ട്. അത് സെറ്റാക്കിയത് ഡബിൾ ഡോർ. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് എന്തെങ്കിലും ഡെക്കറേഷൻ ആക്കണുണ്ടോ? ഇനി ഈ ബുക്ക് കുറച്ചുകൂടി ചെറുതാക്കി എടുത്താലേ നമുക്ക് ഇതിനെ കയറ്റാൻ പറ്റുള്ളൂ. നമുക്ക് ചെറുതാക്കി ചെറുതാവും തോന്നുന്നു. ഞാൻ നമ്മൾ വിജയിച്ചു തോന്നുന്നു. ബെസ്റ്റ് വീഡിയോ വാങ്ങിച്ചാണ്. ഇത് നമ്മളുടെ അറിയാൻ വേണ്ടി കുറച്ച് നെയ്സിപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പോക്കിമോണിൻ്റെ ആണ്. ഷിൻഷോൺ ഷീൻ ഒരു ആവശ്യമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഇതിൽ ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ അത് കാണുന്നതിലും വേറെ ആർക്കും നമ്മൾ ഗിഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് പോക്കിമോൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കൂടി കാണാത്ത സാധനമൊക്കെ എന്ത് ചെയ്യാനാ? പേപ്പർ ഒട്ടിച്ചില്ലേ? ഇല്ല. ആർക്കാ നമ്മളെല്ലാം കൂടി ഗിഫ്റ്റ് കൊടുക്കുന്നത്? നമ്മുടെ പൊന്നൂനാണ് ഗൈസ്. പൊന്നൂനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇത് ഗിഫ്റ്റ് ബോക്സ് ആണോ? അതെ. അതിന് പൊന്നൂന്റെ പുറത്തോടെ കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. അഡ്വാൻസ് ഗിഫ്റ്റ് ആക്കാനോ. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സങ്കടപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ ഞങ്ങള് ഫസ്റ്റ് വീഡിയോ മുതൽ പകുതി വീഡിയോസ് എടുത്തിരിക്കുന്നത് അമ്മന്റെ പഴയ പറഞ്ഞല്ലോ അല്ലേ? എനിക്ക് പക്ഷെ അത് ഉണ്ടോന്ന് ഞങ്ങൾക്കറിയില്ല, ഇല്ലയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അത് യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഉണ്ടോന്ന് തന്നെ ഞങ്ങൾക്ക് ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഈ ഫോണിലും കൂടി ഒന്ന് ഇടുന്നത്. നമുക്ക് ഇവിടേക്ക് മറ്റേ ഒട്ടിക്കണം പേപ്പർ. അതിനെ സഹായിച്ചാലോ?
ടൈപ്പാണ് നോക്കുക. അപ്പൊ പേപ്പർ ഒട്ടിക്കാൻ എന്നെക്കാട്ടും വലിയ ആളിനെ കിട്ടില്ലേ. ഈ ടേപ്പ് ഒക്കെ ഒട്ടിച്ചേ അല്ല ഇതിനാ പേർന്ന് വരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ കണ്ടാണ് സെൽഫ്. പിന്നെ ഗൈസ് ഞാൻ ഒരു ഗീവ് അവേക്ക് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര സംഭവം കൊണ്ട് എങ്ങനെ നമുക്ക് ലൈക്ക് ഒക്കെ ആരാ അടിക്കുന്ന അവർക്ക് കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഗീവ് അവേ തരും. പിന്നെ അത് മാത്രമല്ല ഇതും കൂടി തരും ഗീവ് അവേക്ക്. പിന്നെ ഒരു ടേപ്പ് തരും, ഒരു കത്രിക തരും, ഒരു പെന്ന് തരും. ഈ സാധനങ്ങളൊക്കെ തരും. നിങ്ങൾ ഗീവ് അവേക്ക് തരുള്ളൂ. ആ പിന്നെ നിങ്ങൾ ഈ ബുക്ക് വരുന്ന ഈ ബുക്ക് പരാന്തന്മാരാണെങ്കിൽ ഇതാ ഈ ബുക്ക് മാർട്ട് എന്തായാലും ഒന്ന് വാങ്ങിക്കണം. ബുക്കൊക്കെ വായിക്കുന്നവരാണ്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ല, നമുക്ക് വാങ്ങിച്ചാ. ഈ ബുക്ക് മാർക്കർ ആരെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയതാണ്, വാങ്ങിച്ചതാ. ഇവിടെ നിങ്ങൾ പേപ്പർ ഒടിച്ചത് തരിക, അങ്ങോട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോ കുറച്ചൊന്നും കാണിച്ചല്ലോ, അത് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുകയും ചെയ്യണം. അത് പറഞ്ഞാൽ അത് മാത്രം തരിക. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ഒന്നും പഠിക്കുന്ന ആവശ്യമില്ല. ആവശ്യത്തിന് താണ്ടിയപ്പൻ്റെ വീട് അല്ലെങ്കിൽ മുൻശ്ശേരിത്തെ ഉണ്ണികൃഷ്ണന്റെ വീട്, അവിടെ വന്നാൽ മതി. നമ്മൾ പറയാം അവിടേക്ക് വരണം വേണ്ടി പറയാം. പിന്നെ ഗൈസ് എനിക്ക് എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ആദ്യം ഇവിടെ വരയ്ക്കുക, എന്നിട്ട് കട്ട് ചെയ്യുക. അതിന്റെ അങ്ങനെ ചെയ്യല്ലേ, വരയ്ക്കട്ടെ. ഇന്നത്തെ ഗിബയ്ക്ക് ഞാൻ പലതും കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴും ഇവിടെ സ്റ്റിക്കർ ഫാക്ടറി ഉണ്ട്. നീ എന്റെ ആക്രി കഷ്ണം കാണിച്ചു കൊടുത്തോ? കഷ്ണം കാണിച്ചു കൊടുത്തിട്ടില്ല. ആക്രി കഷ്ണം എന്റെ ആക്രി കഷ്ണം കണ്ടാ നിങ്ങൾ ഞെട്ടിത്തിരിക്കും. അത് പിടിക്കടി. എന്താ നമ്മളാണ് സിനിമോണെ. അപ്പൊ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് കാണിച്ചു തരാം. അത് ഞാൻ ഗിബാബിക്ക് തരാട്ടോ. കുറച്ച് സ്റ്റിക്കേഴ്സ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മൾ എന്തായാലും നിങ്ങൾ വാങ്ങിക്കണം, കൊണ്ടുവന്ന് വാങ്ങിക്കണം. നമ്മൾ ഇതും കൂടി തരുന്നുണ്ട്. അപ്പൊ ഇത് പൊഞ്ചേരിക്കല്ലേ? ആ ഗീവയ്ക്ക് ഇത് പൊഞ്ചേരിക്കുമാണ്. പൊഞ്ചേരിക്ക് ഞാൻ വേറെ ഏതും കൊടുക്കും, ഈ കുന്ത്രാണ്ടും കൊടുക്കും, എല്ലാം കൊടുക്കും. നമ്മൾ സിനിമോണെ. പിന്നെ ഗീവയ്ക്ക് ഇത് തരില്ല കേട്ടോ. എന്താ ഞാൻ വരച്ചോട്ടി വെച്ചത് അങ്ങനെയൊക്കെ ഗീവയ്ക്ക് തരാൻ പറ്റുന്നില്ല. ഇതെന്താന്ന് കാട്ടിക്കുട്ടി ചോദിക്കുന്നത്, പെട്ടെന്ന് കൊണ്ടുപോവാ. പിന്നെ ഞാൻ പൊഞ്ചേരി ഗിഫ്റ്റിന് ഇതും കൂടി കൊടുക്കും. ഇതെല്ലാം പൊഞ്ചേരിക്ക് അവിടെ ഗീവ കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ പൊഞ്ചേരി വീഡിയോ കാണുമ്പോൾ ഈ കുസ്ത കട്ടവളും മുണ്ടുന്ന കേട്ടോ. ഇപ്പൊ കണ്ട ഇവളുടെ ഒരു സാധനം നിനക്ക് തരുന്നില്ല. എന്താ പൊഞ്ചേച്ചി ഇങ്ങനെ? ഇവള് ഒറ്റും കാര്യം ഒറ്റും മുണ്ടണ്ട. ഇവള് നമുക്ക് ചൂണ്ടി പുറത്താക്കാം. ഭംഗിയാണ്. നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എടുക്കാം. പിന്നെ ഞങ്ങളുടെ നമ്പർ 96 കോൾ ചെയ്യണമെങ്കിൽ 9605997998 വിളിച്ചാൽ മതി ഗൈസ്. അവർ ഞാൻ എഴുതിയിട്ടുണ്ട് 9605997998. പിന്നെ ഞങ്ങൾ ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സബ്സ്ക്രൈബ് കുറച്ച് പേര് എന്തെങ്കിലും ചെയ്യുമല്ലോ. ആ സബ്സ്ക്രൈബ് ചെയ്തവരിന്റെ ലോട്ട് ഇട്ടിട്ട് ആ ലോട്ടിൽ നിന്ന് എടുത്തിട്ട് ആർക്കാണ് കിട്ടുന്നത് അവർക്കാണ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയുണ്ടേ. അവർക്ക് ലേക്കടിക്കും ഗൈസ്. ലോട്ട് ഇട്ടാൽ മാത്രം പോരാട്ടോ, ലോട്ട് കിട്ടും വേണം, അത്രേ ഉള്ളൂ. പിന്നെ സബ്സ്ക്രൈബിൽ പൊന്നും കൂടി ഉണ്ടാവും. പൊന്നുനെ കിട്ടിക്കഴിഞ്ഞാൽ ഗീവ് അവേ ഉറപ്പാണ്. പൊന്നു
എന്ത് ഗീവ് വേണമെങ്കിലും ഞങ്ങൾ നടത്തി തരാം. അത്രയ്ക്ക് സ്റ്റിക്കേഴ്സ് ഞാൻ കാണിച്ചു പിന്നെ നമുക്ക് കുറച്ച് പൈസന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പൈസക്ക് തരേണ്ടതാണ്. എന്നാലും പുതിയ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചോദിച്ചല്ലേ 10 രൂപ അത്ര. എൻ്റെ ഫസ്റ്റ് സ്റ്റിക്കറാണ്. ഇതൊക്കെ ഞങ്ങൾ ഓരോ കാർഡ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, ക്യൂട്ടായില്ലേ കാണാൻ. സെക്കൻഡ് വന്നത് കുറച്ച് ടെഡി ബിയേഴ്സും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇത് സെക്കൻഡ് ടെഡി ബിയർ ആണ്. അതിൽ ഒരു ഡെയിലി ബിയറും കൂടി ഉണ്ട്. അവളുടെ സ്മൈലി പോലത്തെ ഇത് എന്തൊക്കെയോ കച്ചറ കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ഗീവ് കൊടുക്കാം. ഇതെല്ലാം ഗിവേക്ക് ഞങ്ങൾ തരുവേ. പിന്നെ ഇതുണ്ട് നല്ല ക്യൂട്ടിയാണ്. ഫ്ലവർ പ്രാന്തന്മാരാണെങ്കിൽ ഇത് മസ്റ്റ് ഉപയോഗിക്കണം. ഫ്ലവർ. പിന്നെ ഈ ഒരു ഇതുണ്ട്. അയ്യോ തിരിഞ്ഞോ? ഇല്ല. അപ്പൊ ഇതുണ്ട്. പിന്നെ ഈ മേഘൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കല്ലോ എന്തായാലും. ഗേൾസിനാണ് ഈ ക്യൂട്ടായ ഐറ്റംസ് ഇഷ്ടം. ആ ടേപ്പ് ഒട്ടിക്കാൻ കഴിഞ്ഞ ഗ്ലൂ പറ്റുള്ളൂ. ഗ്ലൂ ഇല്ല. ഗ്ലൂ എന്താന്നില്ല എന്തെങ്കിലുണ്ട്. ഞാൻ തരാം. ഞാനറിയാണ്ട് ഇവിടെ ഗ്ലൂ ഉണ്ടാക്കുന്നു. നടക്കില്ല. സ്റ്റാപ്ലർ മതിയല്ലേ? സ്റ്റാപ്ലർ. പിന്നെ എന്റെ കയ്യില് ഗ്ലൂ ആക്കിയിരിക്കുന്നു. സ്റ്റാപ്ലർ മതി. ഇവിടത്തേക്ക് എന്തൊക്കെയോ തേച്ച് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് സ്റ്റാപ്ലർ അടിക്കാൻ അറിയില്ല. അത് വലിയൊരു എന്താണ് ഇവൾക്ക് എല്ലാ കഴിവുണ്ട്. പക്ഷെ സ്റ്റാപ്ലർ അടിക്കാൻ മാത്രം മറ്റേ ആദ്യം പറഞ്ഞ പോലെ എല്ലാ കഴിവുകളും ഉണ്ട്. പക്ഷെ കണ്ടുപിടിക്കാൻ മാത്രം കഴിയില്ല. അതേപോലെ തന്നെ അപമാനിക്കുന്നു ഗായ്സ്. ഇല്ല പറ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ പുതിയ ഇതിൻ്റെ വേറെ പാർട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വലിയ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ ഇനി കമൻറ്റ് ബോക്സിൽ ഇടൂ. പിന്നെ ഗിഫ്റ്റിനാൽ ഡിയർ പൊന്നൂനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോസ് കഴിഞ്ഞിരിക്കുന്നു.